മഴ തകർത്തു പെയ്യുകയാണ്. കാലാവസ്ഥയുടെ റെഡ് അലർട്ടുകൾ വരുന്നുണ്ട്. കഴിവതും അത്യാവശ്യമില്ലാത്തവർ പുറത്തിറങ്ങാതിരിക്കുക, മലയോര പ്രദേശങ്ങളിലെ യാത്ര ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ മെസ്സേജുകളും വാർത്തകളും മൊബൈലുകളിലും ടിവിയിലും തുടരെ വരുന്നുമുണ്ട്. എന്നിട്ടും ഇന്നത്തെ പുലർച്ചയിലെ തോരാ മഴയത്ത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുന്നിൻ മുകളിലേക്കുള്ള യാത്രയാണ്. അവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒറ്റവാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി രണ്ടുപേരുടെ കഥ പറയാം. ഒരാൾ ദേവസ്യ ചേട്ടൻ എന്ന ഒരു ചായക്കടക്കാരനും മറ്റൊരാൾ റിട്ടയർ ആർമി ഉദ്യോഗസ്ഥൻ ബെഞ്ചമിൻ സാറും. ഇവരെ കുറിച്ച് പറയാൻ കാരണം ഈ തോരാ മഴയത്തെ പുലർച്ചയിൽ ദേവസ്യ ചേട്ടന്റെ ചായക്കട തുറന്നിട്ടുണ്ടാകും. അവിടെ ഈ സമയത്ത് ബെഞ്ചമിൻ സാർ ഒരു ചായയും കുടിച്ചുകൊണ്ട് ആ കടയുടെ ബെഞ്ചിൽ ഇരിപ്പുമുണ്ടാകും. ഇത്രയും കാലം മഴയത്തും വെയിലത്തും കിടന്നലഞ്ഞ നിങ്ങൾക്ക് ഇനിയെങ്കിലും കിടന്നുറങ്ങിക്കൂടെ? ചായ കുടിക്കാൻ ഏതോ പട്ടിക്കാട്ടിൽ പോയിട്ട് വേണോ? എത്ര ചായ വേണേലും ഞാൻ ഇട്ടുതരാം എന്ന് ബെഞ്ചമിൻ സാറിന്റെ ഭാര്യ പറയുമ്പോൾ സാർ ഒരു കൂസലുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ മഴക്കോട്ടും ധരിച്ചുകൊണ്ട് കാറിന്റെ കീയും എടുത്തു പുറത്തേക്കിറങ്ങും. എന്താ സാർ മറുപടി പറയാത്തതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഒരു മറുപടി പറയുവാൻ ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പറയുവാൻ ശ്രമിച്ചാൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാൻ പാടുള്ള ഒരുപാട് സംഗതികൾ അതിലുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് ആണത്. അതെങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റും? ബെഞ്ചമിൻ സാറിന് ആ വൈബ് ഒന്നുകിൽ കുന്നിൻ പുറത്തെ ഒറ്റപ്പെട്ട കടയോടാകാം, അല്ലെങ്കിൽ ആവി പറക്കുന്ന ചെമ്പിലെ ദേവസ്യ ചേട്ടന്റെ ചായയോടാകാം, അല്ലെങ്കിൽ ആ സമയത്തെ ഒറ്റപ്പെടലിനോടാകാം, അതുമല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നിട്ടാകാം. ഇനി ചായക്കടക്കാരൻ ദേവസ്യ ചേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. സാമ്പത്തികമായി യാതൊരു പ്രശ്നവുമില്ലാത്തയാൾ. അയാൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ആ ചായക്കട ഈ മലയുടെ മുകളിലെ എണ്ണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി തുറക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ കട തുറന്നിരിക്കും. അതും ഒരുപക്ഷെ ബെഞ്ചമിൻ സാറിനെ പോലൊരു വൈബിന് വേണ്ടി മാത്രമായിരിക്കാം. തന്റെ കടയിലിരുന്ന് താൻ ഉണ്ടാക്കിയ ചായ ആസ്വദിച്ചു കുടിച്ചിരിക്കുന്നവരുടെ മുഖങ്ങൾ അതെന്നും കണ്ടില്ലെങ്കിൽ ദേവസ്യ ചേട്ടനും അദ്ദേഹത്തിന്റെ ദിവസങ്ങളുടെ പൂർണ്ണത നഷ്ടമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേവലം വാക്കുകളാൽ മാത്രം മറ്റൊരാൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരുതരം ഫീലിങ്സ്. അത് കാരണമാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കുന്നിൻ മുകളിലെ കടയിൽ ചായ ഉണ്ടാകുവാനും അത് കുടിക്കുവാൻ ആളുണ്ടാകുവാനും കാരണമാകുന്നു എന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചായക്കടയും ദേവസ്യ എന്ന ചായക്കടക്കാരനും ബെഞ്ചമിൻ സാറുമൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പോകുന്ന ഈ കുന്നിൻ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഞാനും പോകുന്നത് ചായ കുടിക്കാനാണോ എന്ന് ചോദിച്ചാൽ അതല്ല എൻ്റെ ലക്ഷ്യം. എനിക്കൊരാളെ കാണണം. അയാളെ കാണുന്നതിലാണ് എൻ്റെ വൈബ്.